ഏവർക്കും നമസ്കാരം. നിങ്ങൾ ഈ ബോർഡ് കണ്ട് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയുടെ പരമോന്നത കേന്ദ്രമായ ഹൈക്കോടതിയാണ്. ആ ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാം, ഏവർക്കും സുപരിചിതമാണ്. അവിടുത്തെ ഒരു നോ പാർക്കിംഗ് ബോർഡാണ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഈ സിസ്റ്റത്തിനെ പഴിചാരി പരസ്പരം പോർ വിളിക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നതും മരണപ്പെടുന്നതും സാധാരണക്കാരാണ്. നിങ്ങൾക്കറിയാം, കൊല്ലത്ത് മിഥുൻ എന്ന വിദ്യാർത്ഥി മരണപ്പെടുകയുണ്ടായി. ഈ മിഥുൻ എന്ന വിദ്യാർത്ഥി മരണപ്പെടുവാനുള്ള കാരണം അവന് കിട്ടേണ്ട അവകാശം അല്ലെങ്കിൽ അവന് നീതി നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവൻ്റെ കാലിൽ അണിയുന്ന ചെരുപ്പിനേക്കാൾ വില അവൻ സ്വന്തം ജീവന് നൽകിയില്ല. അവന് ചെരുപ്പായിരുന്നു മുഖ്യം. ആയതിനാൽ അവൻ അവിടെ വലിഞ്ഞു കയറി. അല്ലെ, നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം ടി വിയിൽ അത് ലൈവ് കണ്ടതാണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നതും മരണപ്പെടുന്നതും സാധാരണക്കാരാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിസരത്തുള്ള ഈ നോ പാർക്കിംഗ് ഏരിയ, ഇതെല്ലാം ചില ആളുകൾക്ക് ഇവിടെ പ്രിവിലേജ് ആണ്. ഹൈക്കോടതി അല്ലെങ്കിൽ അഡ്വക്കറ്റ് ആണ് എന്നുള്ള ഒരു പ്രിവിലേജ് ആണ്. നിങ്ങൾക്കറിയാം, ഇവിടെ കിടക്കുന്ന ബഹുഭൂരിപക്ഷം കാറുകളിൽ ഈ ഹൈക്കോടതി, കേരള ഹൈക്കോർട്ട് അഡ്വക്കറ്റ് അസോസിയേഷന്റെ സ്റ്റിക്കറുകളുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ എൻ്റെ അടുത്ത് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്, കോടതിയുടെ വരാതെയൊക്കെ വല്ലപ്പോഴേ കാണുള്ളൂ വിനോദേ. പക്ഷേ ഈ സ്റ്റിക്കർ എനിക്ക് ഭയങ്കര പ്രിവിലേജ് ആണ് കിട്ടുന്നത്. കാരണം അവർക്ക് എവിടെയും വണ്ടി പാർക്ക് ചെയ്യാം, എന്തും ചെയ്യാം. നീ പോടാ, തരത്തിൽ പോയി കളിക്കടാ. അല്ലെ, കൊച്ചിനിപ്പം മിക്കമായിട്ടും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം നീതി നിഷേധം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സുകാരുടെ അടുത്ത് പറഞ്ഞു, നോ പാർക്കിംഗ് ഏരിയയിലല്ലേ നിങ്ങൾ ബസ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീ ലെഫ്റ്റ് എടുക്കുന്ന സ്ഥലത്തല്ലേ നിങ്ങൾ ബസ് കൊണ്ടുവന്നിട്ടേക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നത് നീ പോടാ, കൊച്ചിക്കാർ പറയും ഒന്ന് പോടാപ്പാ, തരത്തിൽ പോയി കളിയടാ, തരത്തിൽ പോയി കളിയടാ, നീ കേസ് കൊടുക്ക്. അപ്പോ അധികാരത്തിന്റെ ബലത്തിൽ, അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിന്റെ ബലത്തിൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വർഗത്തിന്റെ സപ്പോർട്ടിന്റെ ബലത്തിൽ ആർക്കും എന്തും ചെയ്യാം എന്നുള്ളത്. അതായത് ഇവര് വലിയ ആളുകളാണ്, സാധാരണക്കാരല്ല. സാധാരണക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈക്കിന് പോകുമ്പോ കേബിൾ കഴുത്തി കുരുങ്ങി മരിക്കുന്നത്. അല്ലെങ്കിൽ ആ പാവപ്പെട്ട മിഥുൻ, അവന് ചെരുപ്പായിരുന്നു വലുത്, അവന്റെ ജീവനേക്കാൾ വലുത് അവന് ചെരുപ്പായിരുന്നു. ആ ചെരുപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ വീട്ടിൽ പോകുമ്പോൾ അവന്റെ അപ്പനും അമ്മയും, അവന്റെ വീട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അടിസ്ഥാന വർഗത്തിലേക്ക്, സാധാരണക്കാരിലേക്ക് അവരുടെ അവകാശങ്ങൾ എത്തുവാനും അത് സംരക്ഷിക്കുവാനും നമ്മുടെ സംവിധാനങ്ങൾക്ക്, നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ ഗവൺമെന്റിന് കഴിയണം. അല്ലാത്തടത്തോളം മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, അല്ലെ, ഇന്ത്യ ജീവിക്കുന്ന ഗ്രാമങ്ങളിലാണ്. അപ്പൊ സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുവാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സാധിക്കണം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു വരുന്ന ഈ അഡ്വക്കേറ്റ്സ്മാർക്ക് എന്ത് പ്രിവിലേജ് ആണ്? ഇവരെന്താണ്, വേറെ ലോകത്താണോ? ഭരണഘടന ഇവർക്ക് പുറത്താണോ ഉള്ളത്? അവരുടെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് ഉണ്ട്, എന്നാലും അവരുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളതും, സാധാരണക്കാരിലേക്ക്, സാധാരണക്കാരൻ ഒരാൾ ഒരു ബൈക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പോലീസുകാർ വന്ന് ഫോട്ടോ എടുത്ത്, തുരുതുര ഫോട്ടോ എടുത്ത് ഓടി നടന്നാണ് പോലീസുകാർ ഫോട്ടോ എടുക്കുന്നത് ഈ അനധികൃത പാർക്കിങ്ങിനെതിരെ. അപ്പോൾ അഡ്വക്കന്മാർക്ക് അവർക്ക് എന്താ പ്രത്യേക ഒരു ഭരണഘടന അവർക്കുണ്ടോ? അപ്പൊ ബഹുമാനപ്പെട്ട കോടതി തീർച്ചയായിട്ടും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതിയും ഇനി ഇടപെട്ട് തുടങ്ങണം. അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണേണ്. കാരണം ഇവിടെ എവിടെ പോയി കഴിഞ്ഞാലും ഹെൽമെറ്റ് ഇല്ല, മറ്റില്ല, അതോടെ പോലീസുകാരെല്ലാവരും പിടിക്കുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ പരിസരത്ത് അനധികൃത പാർക്കിംഗ് ഉണ്ടായിട്ട് തൊട്ടടുത്താണ് നമ്മളുടെ ട്രാഫിക് സ്റ്റേഷനൊക്കെ ഉള്ളത്. ഇവരൊന്നും ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരും കരുതുകയാണ് അവർ അധികാരവർഗമാണ്, നിയമ സംവിധാനങ്ങൾ സംരക്ഷിക്കേണ്ട അഡ്വക്കേറ്റ്മാരുടെ വണ്ടിയാണ്, അവർക്കെതിരെ ഒരു കേസും വരുന്നില്ല. സാധാരണക്കാരിലേക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സാധിക്കണം. ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഇവിടെ ഈ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പോലീസുകാർ കണ്ണടക്കുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഭരണപ്പെടുന്ന സാധാരണക്കാരാണ്. അവകാശങ്ങൾ സാധാരണക്കാരിലേക്കും കടന്ന് ചെല്ലണം. അധികാരവർഗത്തിന് മാത്രമല്ല, അധികാര രാഷ്ട്രീയത്തിന്റെ ഇടനാഴിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമല്ല, പണമുള്ളവർക്കല്ല, എല്ലാവർക്കും തുല്യം അവകാശമുണ്ട്. അപ്പോൾ എന്നോടൊപ്പം തന്നെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി സുജിത് സുകുമാരനുണ്ട്. ഇത്തരത്തിലുള്ള ഒരു 2 തട്ടായിട്ട് അവകാശങ്ങൾ കൊടുക്കുന്നത്, അത് സിസ്റ്റത്തിന്റെ പോരായ്മയെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് ഈ അഡ്വക്കേറ്റ്സിന്റെ ഈ അനധികൃത പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഈ വഴി മത്തായി മാഞ്ഞൂരാൻ റോഡിൽ ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മത്തായി മാഞ്ഞൂരാൻ റോഡിലാണ്, അടുത്ത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വക്കീലന്മാരുടെ വണ്ടികൾ പാർക്ക് ചെയ്ത് കൊണ്ടിട്ട് യാത്രയ്ക്ക് നല്ലൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്.
അപ്പം ഇതിൽ ഒരു പരിഹാരമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോസരി പാലത്തിൻ്റെ അടുത്ത് അത്യാവശ്യം ഓപ്പൺ സ്പേസുകളുണ്ട്. ഇത് പെയ്ഡ് പാർക്കിംഗ് ആക്കി മാറ്റി ഈ വണ്ടികളെല്ലാം അവിടെ പാർക്കിംഗ് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ പാർക്ക് കൗൺസിലിനോടും ട്രാഫിക്കിനോടും നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ വിനോദ് പറഞ്ഞമാതിരി തുല്യനീതി, ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയും നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ട് ഇൻഫോ പാർക്ക് എംപ്ലോയീസ് അവിടെ വണ്ടി പാർക്ക് ചെയ്താൽ പോലീസ് വന്ന് സ്ഥിരം ഫൈൻ അടിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംമാതിരി പേരുമാണ് ഈ വക്കീലന്മാർക്ക് മാത്രം ഫൈൻ അടയ്ക്കാതെ ഒഴിവാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ബേസിക്കലി നോ പാർക്കിംഗ് ബോർഡുകൾ വെക്കേണ്ടത് എവിടെയൊക്കെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നോ അവിടെയാണ് പാർക്കിംഗ് അനുവദിക്കാൻ പാടില്ലാത്തത്. എൻ്റെ അളിയൻ വക്കീലാണ്, വിലിസിൻ്റെ മകൻ വക്കീലാണ്. ഇവരോടൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം എൻ്റെ ബ്രദർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വക്കീലന്മാർക്ക് പെട്ടെന്ന് തന്നെ ലോവർ കോർട്ടിലോട്ട് പോകേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പം ഹൈക്കോടതിയിലും കേസ് ഉണ്ടാവും. അതുകൊണ്ട് ഹൈക്കോടതിയിൽ മുന്നിൽ പാർക്ക് ചെയ്തിട്ട് അവരുടെ കേസ് ലോവർ കോടതിയിൽ വരുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഇവിടെ മുന്നിൽ പാർക്ക് ചെയ്ത് ഇട്ടിട്ട് പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ഒന്ന് നടന്നു നോക്കാം. ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഒരു ഉണ്ട് രാജു സാറ്, ഞാനിവിടെ ട്രാഫിക് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു ലൈവ് എടുക്കാണ്. ഇപ്പോൾ വിളിക്കാം. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയാണ് ഫോൺ കോൾ വന്നിരിക്കുന്നത്. നമ്മൾ പല ട്രാഫിക് വിഷയങ്ങളിലും പരാതി കൊടുത്ത് ട്രാഫിക് പോലീസുകാരായിട്ട് തന്നെ നല്ലൊരു ബന്ധമുണ്ട്. അവരും നമ്മളെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പരാതികൾ കൊടുക്കുമ്പോൾ. ഫോൺ വന്നത് നമ്മളിവിടെയുള്ള ട്രാഫിക് വെസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ്. ഞാൻ ഈ ലൈവ് വന്ന് തീർത്തിട്ട് അങ്ങോട്ട് പോവാം. ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നാലും ഒരു 1.5 കിലോമീറ്റർ അപ്പുറം വരെയെങ്കിലും ഈ കാറുകൾ പാർക്ക് ചെയ്തിരിക്കാൻ കാണാം. അപ്പം കോടതിയുടെ മുൻവശത്ത് തന്നെയാണ് ഈ പറഞ്ഞ പാർക്കിംഗ് ഏരിയ ഉള്ളത്. അപ്പം അവിടേക്ക് നമ്മൾ പാർക്കിംഗ് മാറ്റുകയും ഗവൺമെൻറ്റിന് ഒരു ഷട്ടിൽ സർവീസ് അവിടെ നിന്നും കൊടുക്കാൻ പറ്റുമെങ്കിൽ വക്കീലന്മാർക്ക് ആ ഓപ്പൺ ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യുകയും ആവശ്യമുള്ളപ്പോൾ ഉള്ള ഷട്ടിൽ സർവീസ് വഴി പെട്ടെന്ന് കോടതിയിലോട്ട് എത്താൻ കഴിയുകയും ചെയ്യും. ഇതാണൊരു പരിഹാര മാർഗം ഈ കാര്യത്തിൽ പറയാനുള്ളത്. നേരെ അപ്പൊ എനിക്ക് തോന്നുന്നു ചില ആളുകൾ ഇത്തരത്തില് അല്ലെ, അവർക്ക് ഒരു പ്രിവിലേജ് ഉള്ളതുപോലെ അവർക്ക് മാത്രം റോഡിലൂടെ സഞ്ചരിച്ചാൽ മതി, അവർക്ക് മാത്രം നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്യാം. സാധാരണക്കാരുടെ വണ്ടി പാർക്ക് ചെയ്താൽ അപ്പൊ സ്റ്റിക്കർ കിട്ടും, പിഴ കിട്ടും. അപ്പൊ ഈ സംവിധാനങ്ങളൊക്കെ മാറണം. സാധാരണക്കാർക്കും അവകാശപ്പെട്ടതെല്ലാം ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഈ അഡ്വക്കേറ്റ്സിന് ഇങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നത്? അതുകൂടാതെ തന്നെ ഇനിയിപ്പോ വിജിലൻസിൽ ഇനിയിപ്പോ ഒരുപാട് തവണ കണ്ടോ, നിങ്ങൾക്ക് കണ്ടത് ഇവിടെ ബ്ലോക്ക് കണ്ടോ, അതിനകത്ത് പാർക്കിംഗ് ആണ് ഇതിനൊക്കെ കാരണം. ഈ വിജിലൻസ് ഒരുപാട് തവണ ഇടപെട്ടതാണ്. ഈ ചില സർക്കാരുടെ സ്ഥാപനങ്ങളുടെ അനധികൃതമായിട്ട് ചില ആൾക്കാർക്ക് ബോർഡ് വെക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല, അങ്ങനെ നിയമപരിരക്ഷ അങ്ങനെ ഒരു നിയമവുമില്ല. പക്ഷെ അനധികൃതമായിട്ട് ഇവിടെ ബോർഡ് വെക്കുന്നുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും റോഡില് മുൻഗണന. അപ്പൊ എല്ലാവർക്കും മുൻഗണന വേണം. പക്ഷെ മുൻഗണന വേണ്ടത് സാധാരണക്കാർക്കാണ്. സാധാരണക്കാർക്ക് മുൻഗണന നൽകുന്ന സംവിധാനത്തിലേക്ക്, സിസ്റ്റത്തിലേക്ക് നമ്മളുടെ സംവിധാനങ്ങൾ മാറണം. മുൻഗണന സാധാരണക്കാരിലേക്ക് പോകണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സുജിത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോ ഈ ബ്ലോക്ക്, ഈ അനധികൃത പാർക്കിംഗ് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഈ ലൈവിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ഒരു കിലോമീറ്റർ അപ്പുറം വരെ ഉണ്ടാവും. ഞാനത് മുഴുവൻ നടക്കുന്നില്ല. തിരിച്ചിനി സ്റ്റേഷനിലോട്ട് പോകാനുള്ളതുകൊണ്ട് നമ്മൾ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. താങ്ക് യു. Thank you very much. Bye. Have a nice day.